സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ. ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും ഇരുന്ന് അനേകായിരങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈശോയെ വിളിക്കുകയും അവൻ്റെ കാരുണ്യത്തിനായി താണപേക്ഷിക്കുകയും ചെയ്യുന്ന സമയമാണ്. ഒരേ മനസ്സോടും ഒരേ ഹൃദയത്തോടും ഐക്യത്തോടും കൂടെ അപ്പസ്തോലന്മാർ ദൈവത്തെ ആരാധിച്ചപ്പോൾ സ്തുതിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യമുണ്ടായി. കർത്താവേ, ഇതാ ലോകമെമ്പാടും ഇരുന്ന് ഞങ്ങൾ ഓരോരുത്തരും ഈ ആലയത്തോടും ഈ ശുശ്രൂഷയോടും ഐക്യപ്പെട്ട് നിന്നെ സ്തുതിക്കുന്ന, നിന്നെ ആരാധിക്കുന്ന സ്വർഗീയ നിമിഷങ്ങളാണ്. ഞങ്ങളിലും ഞങ്ങൾ കടന്നുപോകുന്ന ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലേക്കും നിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യവും അഭിഷേകവും നൽകണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുക. കർത്താവേ, അത്ഭുതങ്ങൾ കാണാൻ തക്ക വിധത്തിൽ നിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകട്ടെ. നമുക്ക് ഒരുമിച്ച് ലോകമെമ്പാടുമുള്ള മക്കളെ, നിങ്ങളുടെ അവസ്ഥകളെ, നിങ്ങളുടെ വേദനകളെ, നിങ്ങളുടെ അസ്വസ്ഥതകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്കാം. മുട്ടുകുത്തിയോ നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. അതാണ് സഭയുടെ ചരിത്രം, അതിൻ്റെ ആരംഭം ഒക്കെ നമ്മൾ കാണുന്നത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ്, പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്. അതിന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രാർത്ഥിക്കുമ്പോഴാണ് ആത്മാവിൻ്റെ ചലനം കാണാൻ പറ്റുക. അമ്മയോട് ചേർന്ന് അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവ് ചലിച്ചില്ലേ? ഇന്നും എവിടെയൊക്കെ ഹൃദയത്തിൽ ഐക്യവും സ്നേഹമൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആത്മാവ് ചലിക്കും, ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകും, ദൈവപ്രവൃത്തി വെളിപ്പെടും. അവിടെയില്ല ഈശോ പറഞ്ഞത്, 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത്, യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നിടത്ത് എൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നു. ഈശോയുടെ സാന്നിധ്യം അത് അത്ഭുതത്തിൻ്റെ സാന്നിധ്യമാണല്ലോ. ഈശോയുടെ സാന്നിധ്യം അത് അടയാളങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ട സാന്നിധ്യമാണല്ലോ. ഇതാ അതേ ഈശോയുടെ സാന്നിധ്യം, അതേ ആത്മാവിൻ്റെ ചൈതന്യം നമ്മളിലേക്ക് പകരപ്പെടുന്ന നിമിഷമാണ്. നമുക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, നമുക്കും പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ നിൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും ചൊരിയണമെന്ന് പ്രാർത്ഥിക്കാം. 144 സങ്കീർത്തനം 2-ാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്, അവിടെ നിന്നാണ് എൻ്റെ അഭയശിലയും ദുർഗവും ശക്തി കേന്ദ്രവും, എൻ്റെ വിമോചകനും പരിചയമായ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. അവിടുന്ന് ജനതകളെ കീഴടക്കുന്നു. സങ്കീർത്തകൻ പറയാണ്, ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. കർത്താവിൻ്റെ അനുഗ്രഹം ലഭിച്ച ഒരു ജനത സങ്കീർത്തനത്തിലൂടെ ദൈവത്തെ ആരാധിക്കുന്നതാണ്. അവിടുന്നാണ് എൻ്റെ അഭയശിലയും ദുർഗവും ശക്തി കേന്ദ്രവും. ഈ സങ്കീർത്തനം ഏറ്റു പറയുമ്പോൾ ഹൃദയം കൊണ്ട് നമുക്കും പറയാം, തമ്പുരാനെ, നീ മാത്രമാണ് എൻ്റെ അഭയശില, നീ മാത്രമാണ് എൻ്റെ ശക്തി കേന്ദ്രം. എൻ്റെ ശക്തി അറ്റുപോകുമ്പോൾ, എൻ്റെ ബലം ചോർന്നു പോകുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ എങ്ങും അഭയം പ്രാപിക്കാനില്ലാത്ത സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ, നീ മാത്രമാണ് എൻ്റെ അഭയശില, നീ മാത്രമാണ് എൻ്റെ ശക്തി കേന്ദ്രം എന്ന് പറയാൻ കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവിൽ ആശ്രയം വയ്ക്കുന്നവനാണ് കടുകനെ പോലെ ചിറകടിച്ച് ഉയരുമെന്ന് പറയുന്നത്. കർത്താവേ, ഞങ്ങളുടെ
സങ്കടങ്ങളിലും വേദനകളിലും ഇപ്പോൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ ദുഃഖ ദുരിതങ്ങളിലും മനസ്സിനെയും ശരീരത്തെയും വല്ലാതെ വ്രണപ്പെടുത്തുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന മാനസിക ശാരീരിക അസ്വസ്ഥതകളൊക്കെ നടുവിൽ ഈശോയെ നീ മാത്രമാണ് എൻ്റെ ശക്തി കേന്ദ്രം. എൻ്റെ മനസ്സ് തളരുമ്പോൾ നീയാണ് എൻ്റെ മനസ്സിനെ ബലപ്പെടുത്തുന്നത്. എൻ്റെ ശരീരം തളരുമ്പോൾ കർത്താവേ നിൻ്റെ സാന്നിധ്യവും നിൻ്റെ സ്നേഹവും നിൻ്റെ വചനവുമാണ് എന്നെ ബലപ്പെടുത്തുന്നത്. ആത്മാവിൽ തളർച്ചയും മന്ദതയൊക്കെ ഉണ്ടാകുമ്പോൾ ഈശോയെ നിൻ്റെ സാന്നിധ്യമാണ്, നിൻ്റെ വചനമാണ്, നീ ഞങ്ങൾക്ക് നൽകിയ അഭിഷേകമാണ് ഞങ്ങളെ കൈപിടിച്ചുയർത്തുന്നത്. ഹൃദയം കൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം അംഗീകരിച്ച് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. എന്നിട്ട് ഹൃദയം കൊണ്ട് തന്നെ പറ, തമ്പുരാനെ നീ എൻ്റെ വിമോചകനാണ്, നീ എൻ്റെ പരിചയമാണ്, നിന്നിലാണ് ഞാൻ എൻ്റെ ആശ്രയം വയ്ക്കുന്നത്. ഏതവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകട്ടെ, ഇപ്പോൾ എന്നെ ശ്രവിക്കുമ്പോൾ പ്രതീക്ഷിക്കാനൊന്നുമില്ല, ആശ്വസിക്കാനൊന്നുമില്ല, സന്തോഷിക്കാനൊന്നുമില്ല. ഒത്തിരി സങ്കടങ്ങളുടെ നടുവിലാകാം, ജീവിതത്തിൻ്റെ ലക്ഷ്യം മറന്നുള്ള അവസ്ഥകളിലാകാം, തീരുമാനങ്ങളെടുക്കാൻ ഭാരപ്പെടുന്നുണ്ടാകാം, മുന്നോട്ട് പോകാൻ പറ്റാതെ വല്ലാത്ത തടസ്സവും സാമ്പത്തിക ബാധ്യതയും പ്രതിസന്ധിയുടെ ഒക്കെ നടുവിലാകാം. മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ടാകാം, ജീവിത പങ്കാളിയെ ഓർത്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത്, നിരന്തരമായ ചില രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരെ ഓർത്ത്, ചില ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയവരെ ഓർത്ത്, നിരീശ്വരവാദത്തിനും ചില പ്രത്യയശാസ്ത്രങ്ങൾക്കും അടിമപ്പെട്ടു പോയവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനകളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ നിമിഷം ഇറക്കി വെച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, നിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണ്. പലവിധ അനുഭവങ്ങളുടെ അവസ്ഥകളുടെ നടുവിലിരുന്നും കരഞ്ഞും വേദനിച്ചും സങ്കടപ്പെട്ടും ഒറ്റപ്പെട്ടും തിരസ്കൃതരായും ഒക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. ആരും എൻ്റെ വേദന കാണുന്നില്ലല്ലോ, ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ചില സ്വകാര്യ സങ്കടങ്ങളുടെ നടുവിലിരുന്ന് ഈശോയെ നിന്നെ വിളിക്കുന്ന മക്കളുണ്ട്. മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടായിരുന്ന എല്ലാ വഴികളും അടഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഈശോയെ, കടക്കണിയുടെ നടുവിലായിരിക്കുന്നവർ, ജപ്തി നോട്ടീസ് വീട്ടിൽ വന്നിട്ടുള്ളവർ, ക്യാൻസർ പോലുള്ള മാരക രോഗം മൂലം വേദനിക്കുന്നവർ, അതിൻ്റെ ചികിത്സയിലായിരിക്കുന്നവർ, വിവാഹ പ്രായമായിട്ട് അതിൽ തടസ്സം നേരിടുന്നവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, അങ്ങനെ നിരവധിയായ സങ്കടങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവെ നിന്നെ വിളിക്കുന്ന മക്കളാണ്. എല്ലാവരിലേക്കും നിൻ്റെ കരുണ ചൊരിയണമേ, എല്ലാവരിലേക്കും നിൻ്റെ സ്നേഹം ചൊരിയണമേ. ഈ നിമിഷങ്ങളിൽ നിന്നെ വിളിക്കാൻ, നിന്നെ ആരാധിക്കാൻ, ഹൃദയം തുറന്ന് നിന്നെ സ്തുതിക്കാനൊക്കെ തമ്പുരാനെ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. സങ്കീർത്തകർ പറഞ്ഞതുപോലെ ആഴിയുടെ അഗാധങ്ങളിൽ നിന്ന് കർത്താവേ നിന്നെ ഞാൻ വിളിക്കുന്നു, എനിക്ക് അപ്രാപ്യമായ പാറയിൽ നീ എന്നെ കയറ്റി നിർത്തണമേ. ഈശോയെ, ഞങ്ങൾക്ക് കയറാൻ പറ്റാത്ത പാറയിൽ നീ ഞങ്ങളെ കൈക്ക് പിടിച്ച് കയറ്റി നിർത്തണമേ. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അനുഭവങ്ങളിൽ നീ ഞങ്ങളുടെ കൈക്ക് പിടിച്ച് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതം തകർന്നും തളർന്നു നിൽക്കുന്ന അനുഭവങ്ങളിൽ ഈശോയെ നീ ഞങ്ങളുടെ പ്രത്യാശയായി, പ്രതീക്ഷയായി ഞങ്ങളുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കണമേ. ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് ഏതാനും നിമിഷം നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരുണ കാണിക്കണമേ. ഈശോയെ, കരുണ കാണിക്കണമേ. കർത്താവേ, ഭാരപ്പെട്ട് നിൽക്കുന്ന മക്കളുടെ ഭാരമെടുക്കണമേ. ഈശോയെ, നീ പറഞ്ഞല്ലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. യേശുവേ, നിന്റെ അടുത്താണ് ഈ മക്കളായിരിക്കുന്നത്. ഞങ്ങളുടെ കയ്യെത്തും ദൂരത്ത് ഈശോയെ നീ ഉണ്ട്. ഞങ്ങൾ നിലവിളിച്ചാൽ കേൾക്കുന്ന അകലത്തിൽ ഇപ്പോൾ നീ ഉണ്ട്. നിന്നെ കണ്ടുകൊണ്ടാണ് ഈശോയെ പ്രാർത്ഥിക്കുന്നത്, നിന്നെ സ്പർശിച്ചുകൊണ്ടാണ് ഈശോയെ പ്രാർത്ഥിക്കുന്നത്, നിന്നെ കേട്ടുകൊണ്ടാണ് ഈശോയെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവേ, കരുണ കാണിക്കണമേ. യേശുവേ, കരുണ കാണിക്കണമേ. ഈ മക്കളുടെ മേൽ നിന്റെ കാരുണ്യം ചൊരിയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, യേശുവേ, ആരാധന, 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 ആരാധന. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നു. കരങ്ങളടിച്ചു പാടാം. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന,
പാടിക്കേ. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. യേശുവിനാഥ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, യേശുവിനാഥ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, യേശുവിനാഥ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, യേശുവിനാഥ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു, 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 സ്തുതിക്കുന്ന കർത്താവേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. മുട്ടുമേലായിരിക്കാൻ പറ്റുമെങ്കിൽ മുട്ടുമേലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്നൊക്കെ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മളിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമുക്ക് നമ്മുടെ സങ്കടങ്ങളുണ്ട്, തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളുണ്ട്, അതിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ. സമാനമായ വേദനകളിലൂടെയും ഒരിട്ട് അതിനേക്കാൾ ഉപരി നിൽക്കുന്ന വേദനയുടെ നടുവിലായിരിക്കുന്നവർ നമ്മോടൊപ്പം പ്രാർത്ഥിക്കുന്നുണ്ട്. നിരവധിയായ പ്രാർത്ഥനാ നിയോഗങ്ങളാണ് ഈ ആലയത്തോട് ചേർന്ന് പ്രഭാതം മുതൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കരുണയുടെ മണിക്കൂറിൽ ഓൺലൈനിൽ പ്രാർത്ഥനാ നിയോഗങ്ങൾ ടെക്സ്റ്റ് ചെയ്ത് പ്രാർത്ഥനാ നിയമങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഓരോ ദിവസവും ഈ ആലയത്തിലെ ശുശ്രൂഷകളോട് ചേർന്ന് പ്രാർത്ഥനാ നിയമങ്ങൾ സമർപ്പിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനാ നിയമങ്ങളെ ചേർത്ത് വയ്ക്കാം. നമ്മളെ പോലെ തന്നെ വേദനിക്കുന്ന, നമ്മളെ പോലെ തന്നെ അസ്വസ്ഥരായിരിക്കുന്ന, നമ്മുടെ തന്നെ സമാനമായ അവസ്ഥയിലൂടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരെയൊക്കെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. ഈ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ്, ഈ മണിക്കൂറിൽ നമ്മൾ ഒരുമിച്ച് ചേർത്ത കർത്താവിൻ്റെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞ്, നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും, നമ്മളോട് പ്രാർത്ഥന യാചിച്ചിട്ടുള്ളവരെയും, നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥന ആവശ്യമുള്ളവരെല്ലാം ചേർത്ത് വെച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.